സംഭാവനകൾ കൂടുതൽ ലഭിക്കുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്നാണല്ലോ ചൊല്ല്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് കൂടുതൽ സംഭാവന BJPക്ക് കിട്ടുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ഇന്ത്യയിൽ ആ പാർട്ടിയെക്കുറിച്ചുള്ള പൊതുമതിപ്പിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംഭാവനകളുടെ കാര്യത്തിൽ BJPയും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും തമ്മിൽ വലിയ അന്തരമാണ് ഉണ്ടായിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷം BJPക്ക് 20,000-നും അതിനും മുകളിലായുള്ള തുകകൾ വ്യക്തികൾ, ട്രസ്റ്റുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് സംഭാവന കിട്ടിയത് ഏകദേശം 2,244 കോടി രൂപയാണ്. 2022-23 അപേക്ഷിച്ച് 3 ഇരട്ടി കൂടുതലാണ് ഈ തുക. കോൺഗ്രസിനാകട്ടെ 288.9 കോടി രൂപ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം അത് 79.9 കോടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് വിവരങ്ങളുള്ളത്. പ്രൂഡന്റ് ഇലക്ട്രിക്കൽ ട്രസ്റ്റിൽ നിന്നും BJPക്ക് 723.6 കോടി രൂപയും കോൺഗ്രസിൽ നിന്നും 156.4 കോടി രൂപയും ലഭിച്ചു. അതായത് BJPക്ക് ലഭിച്ച ആകെ സംഭാവനയിലെ 1/3 ഭാഗവും കോൺഗ്രസിന്റെ പകുതിയിലധികം തുകയും പ്രൂഡന്റ് ഇലക്ട്രിക്കൽ ട്രസ്റ്റിൽ നിന്നാണ്. 2022-23 പ്രൂഡന്റിനുള്ള മികച്ച സംഭാവന നൽകിയവരിൽ മേഘ എൻജിൻ ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർസെല്ലർ മിത്തൽ ഗ്രൂപ്പ് ആൻഡ് ഭാരതി എയർടെൽ എന്നീ കമ്പനികളും ഉൾപ്പെടുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച ഇരു പാർട്ടികൾക്കും ലഭിച്ച തുകയുടെ വിവരം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വിവരങ്ങൾ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയിരുന്നു. എന്നിരുന്നാലും ചില പ്രാദേശിക പാർട്ടികൾ 2023-24 ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ BRS 492 കോടി രൂപയും DMK 60 കോടിയും YSR കോൺഗ്രസ് 121.5 കോടിയും ഇലക്ട്രൽ ബോണ്ടുകളായും ലഭിച്ചിട്ടുണ്ട്. JMM-നും 11.5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി ലഭിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് 2023-24 BJP സംഭാവനകളിൽ 212% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് 742 കോടിയും കോൺഗ്രസിന് 146.8 കോടി രൂപയുമാണ് സംഭാവനയായി ലഭിച്ചതെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 850 കോടി രൂപ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി BJPക്ക് ലഭിച്ചു. അതിൽ 723 കോടി രൂപയും പ്രൂഡന്റിന്റെയും 127 കോടി രൂപ ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയും 17.2 ലക്ഷം NCGARTIC ട്രസ്റ്റ് വഴിയുമാണ് ലഭിച്ചത്. അതേസമയം കോൺഗ്രസിന് പ്രൂഡന്റ് ട്രസ്റ്റ് വഴി 156 കോടി രൂപയാണ് ലഭിച്ചത്. BRS YSR കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ പ്രൂഡന്റ് ട്രസ്റ്റിൽ നിന്നും 85 കോടിയും 62.5 കോടിയും എന്നിങ്ങനെ യഥാക്രമം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്.